അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടാണ്. See, question, we need to express the given matrix as a sum of symmetric and skew symmetric matrix. നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? വി നീഡ് ടു ഫൈൻഡ് എ ഡാഷ് അല്ലേ. ഈ തന്നിരിക്കുന്ന മെട്രിക്സിനെ കോളംസും റോസും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ട്രാൻസ്പോസ് കിട്ടും. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? എയും എ ട്രാൻസ്പോസും കൂടെ കൂട്ടണം. 6 + 6 12 വരും. -2 + -2 is -4. 2 + 2 is 4. -2 + -2 is -4. 3 + 3 is 6. -1 + -1 is -2. 2 + 2 is 4. -1 + -1 is -2. 3 + 3 is 6. ഇതാണ് നമ്മുടെ a + a ഡാഷ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? we need to write p. എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? p is equal to half into ഈ മെട്രിക്സ് a + a ഡാഷ്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സിലെ എല്ലാ എലമെൻസിനെയും ഒരു ഹാഫ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 12/2 എന്ന് പറഞ്ഞാൽ 6 ആണ്. -2 2 -2 3 -1 2 -1 3. ഇതാണ് നമ്മുടെ p എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി എന്ത് ചെയ്യണം? വി നീഡ് ടു ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് p. അപ്പോൾ പിയുടെ ട്രാൻസ്പോസ് എന്ത് ചെയ്യണം? ഇൻ്റർചേഞ്ച് ചെയ്യണം അല്ലേ. റോയും കോളവും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും. നമ്മുടെ p എന്താണോ അത് തന്നെയല്ലേ നമുക്കിപ്പോൾ കിട്ടിയത്. ഒരു എലമെൻറ്റിനും വ്യത്യാസമൊന്നുമില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു p. p എന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? p ഈസ് എ സിമെട്രിക് മെട്രിക്സ്. p ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? p കണ്ടുപിടിച്ചു. ഇനി q കണ്ടുപിടിക്കണം അല്ലേ. q എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് a - a ഡാഷ്. a - a ഡാഷ് കണ്ടുപിടിക്കുക. അതിന് ഹാഫ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? q എന്ന് വിളിക്കുന്നത്. സി a - a ഡാഷ് കണ്ടുപിടിക്കാൻ പോവാണേ. നിങ്ങൾ നോക്കുക, ഇതാണല്ലോ a, ഇതാണല്ലോ a ഡാഷ്. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ -e ആണ്. 6 - 6 എന്താണ്? 0. -2 - -2 is -2 + 2, അതും 0 ആണ്. then 2 - 2 0, -2 - -2 0, 3 - 3 0, -1 - -1 0, 2 - 2 again 0, -1 - -1 അതും 0 ആണ്. 3 - 3 0 ആണ്. അപ്പം നമ്മുടെ a - a ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സീറോ മെട്രിക്സ് കിട്ടും. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഉറപ്പായിട്ടും ആ മെട്രിക്സിനെ ഒരു 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? ഒരു സീറോ മെട്രിക്സ് കിട്ടുകയുള്ളൂ. ആൻഡ് അപ്പോൾ ഉറപ്പായിട്ടും ഈ q എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് അല്ലേ. അങ്ങനെ എഴുതാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? വി നീഡ് ടു ആഡ് p ആൻഡ് q. pയും q കൂടെ ആഡ് ചെയ്യുന്നു. നമ്മുടെ p എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. സീറോ മെട്രിക്സ് ആയിരുന്നു q കിട്ടിയത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ p തന്നെ കിട്ടും അല്ലേ. 6 - 2 2 -2 3 -1 2 -1 3 ആയിരുന്നു കേട്ടോ. 2 - 1 3 2 - 1 3. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനൊരു മെട്രിക്സ് ആണ് അല്ലേ. ഇത് ശരിക്കും എന്ത് തന്നെയാണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മെട്രിക്സ് തന്നെയാണോ നോക്കാം. ഫസ്റ്റ് റോ 6 - 2 2 6 - 2 2 സ്റ്റാർട്ട് ചെയ്തത്. ഇനി അതിൻ്റെ സെക്കൻഡ് റോ നോക്കിയാൽ -2 3 -1 -2 3 -1. ഇൻ ലാസ്റ്റ് റോ 2 -1 3 നോക്കിക്കേ 2 -1 3. അപ്പോൾ നമുക്ക് കിട്ടിയ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ a എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയാണ് ഇപ്പോൾ കിട്ടിയത്. അതായത് ദ ഗിവൺ മെട്രിക്സ് a is now represented as a sum of a symmetric and a skew symmetric matrix. p എന്ന് പറയുന്നത് സിമെട്രിക് ആയിരുന്നു, q എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആയിരുന്നു. ഓക്കെ, ഇതേപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്ന മെട്രിക്സിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അതിനെ a എന്ന് നെയിം ചെയ്യും. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും. എങ്ങനെയാണ് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത്? ബൈ ഇൻ്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ്. ദെൻ ഫസ്റ്റ് റോയെ നമ്മൾ ഫസ്റ്റ് കോളമാക്കി എഴുതി, സെക്കൻഡ് റോയെ സെക്കൻഡ് കോളമാക്കി എഴുതി, തേർഡ് റോയെ തേർഡ് കോളമാക്കി എഴുതി. ഇനി ഇതും കൂടെ കൂട്ടുന്നു, അതായത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. 3 + 3 6,
ദെൻ 3 പ്ലസ് -2 ഇസ് 1. അങ്ങനെ ഓരോ എലമെൻറ്റ്സ് കൂട്ടുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? പി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ നെയിം ചെയ്യുന്നു. എന്താണ്? ഈ കിട്ടിയ എ പ്ലസ് എ ഡാഷിനെ നമുക്ക് 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പി. സി അത് 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് ഇങ്ങനെയല്ലേ കിട്ടുന്നത്? 6/2. 6/2 ഇസ് 3. പിന്നെ 1/2 മൈനസ് 5/2 1/2 മൈനസ് 4/2 ഇസ് -2 മൈനസ് 4/2 ഇസ് അഗെയിൻ -2. കണ്ടോ? ഇനി മൈനസ് 5/2 ഇവിടെ -2 വരും. 4/2 ഇസ് 2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. പി ഡാഷ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പി തന്നെ കിട്ടി. പി തന്നെ കിട്ടുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് പി ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? എ മൈനസ് എ ഡാഷ് കണ്ടുപിടിക്കണം അല്ലേ? ഇതാ നോക്ക്, എ മൈനസ് എ ഡാഷ് എങ്ങനെയാണ് വരുന്നത് നോക്കാം നമുക്ക്. എ ഇതല്ലേ, എ ഡാഷ് ഇതല്ലേ. അപ്പോൾ 3 - 3 0 അല്ലേ? ഇനി 3 മൈനസ് -2 3 + 2 5 ഉണ്ടോ? ഫസ്റ്റ് എലമെൻറ്റ് 0, രണ്ടാമത്തെ എലമെൻറ്റ് 5. ആൻഡ് അടുത്ത എലമെൻറ്റ് നോക്കിയേ, -1 -4. അപ്പോൾ -1 + 4 which is equal to 3. And again -2 -3 is -5. -2 -2 is 0. -5 0. അടുത്ത എലമെൻറ്റ് നോക്കിക്കേ, 1 -5 അതായത് 1 + 5 is 6. ആൻഡ് -4 -1. അപ്പോൾ -4 + 1 is what? -3. ഇനി -5 - 1 is -6. ഇനി ലാസ്റ്റ് എലമെൻറ്റ് 2 -2 2 - 2 is 0. ഇതാണ് നമ്മുടെ എ മൈനസ് എ ഡാഷ്. എ മൈനസ് എ ഡാഷ് കണ്ടുപിടിച്ചാൽ നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നെയിം ചെയ്യും. എന്താണ്? ഈ കിട്ടിയ മെട്രിക്സിനെ ഒരു 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ്. So this is our matrix Q. Which is the next step. We need to find the transpose of this matrix. Within the transpose, first row changes to first column, second row changes to second column, and third row changes to third column. അപ്പോൾ ഇത് ആക്ച്വലി എന്ത് തന്നെയാണ്? നമ്മുടെ ക്യൂ എന്ന് പറയുന്ന മെട്രിക്സിലെ ഓരോ എലമെൻറ്റിനെയും ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതാണ് അല്ലേ? അപ്പോൾ ഇവിടെ പ്ലസ് ആകും, പ്ലസ് ആയി. ദെൻ ഇത് -3 ആവും, -3. ഇത് പ്ലസ്, ഇത് +3 0 ഉണ്ടോ? അപ്പം നമുക്ക് -q എന്ന് എഴുതാം. സോ ട്രാൻസ്പോസ് കിട്ടുമ്പോൾ -q കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഇസ് എ കൺക്ലൂഷൻ? ദാറ്റ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇനി നമുക്ക് കിട്ടിയ പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യുന്നു. ഇത് നോക്കിക്കേ, 3 + 0 3 ആണ്. 1/2 + 5/2 1ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 6 വരും. 6/2 6/2 is equal to 3 വരും. ആൻഡ് -5/2 + 3/2 അപ്പോൾ -2/2 is -1. അങ്ങനെ ഓരോ എലമെൻറ്റ്സ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇതാ ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും. ഇത് ആക്ച്വലി നമ്മൾ തുടങ്ങിയ ആ മെട്രിക്സ് തന്നെയാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് ആരെ കിട്ടി? എ എന്ന് പറയുന്ന മെട്രിക്സിനെ കിട്ടി. ഓക്കെ, ഇനി അടുത്തത് 4 പാർട്ടായിരുന്നു ഈ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്ന ആ സെക്ഷനിലുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളിപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യുക. തന്നിരിക്കുന്ന മെട്രിക്സിനെ എ എന്ന് കൊടുക്കുന്നു, എ ഡാഷ് കണ്ടുപിടിക്കുന്നു, എ പ്ലസ് എ ഡാഷ് കണ്ടുപിടിക്കുന്നു, എ മൈനസ് എ ഡാഷ് കണ്ടുപിടിക്കുന്നു. ഇനി ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷിനെ നമ്മൾ പി എന്ന് വിളിക്കുന്നു. ദെൻ ടേക്ക് ദി ട്രാൻസ്പോസ് ഓഫ് ദാറ്റ്. ഇത് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ചെയ്ത് കിട്ടും. പിയുടെ ട്രാൻസ്പോസ് പി തന്നെ കിട്ടും. അതിൽ നിന്ന് എന്ത് കിട്ടും? പി ഈസ് എ സിമെട്രിക് മെട്രിക്സ് എന്ന് കിട്ടും. ആൻഡ് ക്യൂ എന്താണ്? നമുക്ക് ഈ കിട്ടിയ എ മൈനസ് എ ഡാഷിനെ ഒരു 1/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് ഇസ് ക്യൂ, ഇത് ക്യൂ ആണ്. അപ്പോൾ ക്യൂയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ -q കിട്ടുന്നത് കൊണ്ട് തന്നെ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ക്യൂ ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ഇനി നമുക്ക് കിട്ടിയ ആ പി എന്ന് പറയുന്ന മെട്രിക്സും ക്യൂ എന്ന് പറയുന്ന മെട്രിക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇത് ആക്ച്വലി എന്ത് തന്നെയാണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയാണ്. ആൻഡ് ഹെൻസ് പ്രൂവ് ദ റിസൾട്ട്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ പാർട്ടിൽ ഉണ്ടായിരുന്നത്. അതായത്
സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്ന പാർട്ടിലുണ്ടായിരുന്നത്. ഇത് ഉറപ്പായിട്ടും ചോദിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11 പോകാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ. 2 സിമെട്രിക് മെട്രിക്സസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണത്? എയും ബിയും. എ സിമെട്രിക് ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എ ഡാഷ് ഇസ് ഈക്വൽ ടു എ എന്ന് എഴുതാം അല്ലേ. ബി സിമെട്രിക് ആണെങ്കിൽ ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ ബി മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായാലും ഇതിനകത്ത് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്നുള്ള കാര്യവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമെട്രിക് ആ ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും അല്ലേ. ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണല്ലേ നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ ഇതേ കാര്യം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാമല്ലോ. ട്രാൻസ്പോസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് എന്നായി. ഇനി നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ക്യാൻ ബി റിട്ടൺ ആസ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ ഇവിടെ നമുക്കത് അപ്ലൈ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് ഇവിടെയും ഉണ്ടല്ലോ അതുപോലത്തെ ആൾ, അതായത് രണ്ടാമത്തെ ആൾ ഇൻറ്റു ആദ്യത്തെ ആളുടെ ട്രാൻസ്പോസ്. അങ്ങനെയല്ലേ വരിക. സോ ദ മൈനസ് എ ഡാഷ് ബി ഡാഷ് എന്ന് എഴുതി. ഞാൻ ഇതിൽ നിന്നൊരു നെഗറ്റീവ് പുറത്തോട്ടെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എ ഡാഷ് ബി ഡാഷ് പ്ലസ് എ ഡാഷ് ബി ഡാഷ്. ഈ രണ്ടാമത്തെ ടേമിൽ നിന്നൊരു നെഗറ്റീവ് പുറത്തെടുത്താൽ പിന്നെ ഒരു നെഗറ്റീവും കൂടെ ഉണ്ട്, എന്നാലല്ലേ അത് പോസിറ്റീവായിട്ട് നിൽക്കുകയുള്ളൂ. മൈനസ് ബി ഡാഷ് എ ഡാഷ് എന്നായി. ഇനി നമുക്ക് തന്നിരുന്ന കാര്യം എയും ബിയും സിമെട്രിക് ആണ്, അതുകൊണ്ട് എ ഡാഷ് ഇസ് ഈക്വൽ ടു എ ആണ്, ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി ആണ്. അത് നമ്മുടെ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പുറത്തൊരു മൈനസ് ഉണ്ട്. എ ഡാഷ് എ അല്ലേ, ബി ഡാഷ് ബി അല്ലേ, അതുപോലെ ബി ഡാഷ് ബി ആണ്, എ ഡാഷ് എ ആണ്. സോ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ ട്രാൻസ്പോസ്, അതായത് എ ബി മൈനസ് ബി എയുടെ ട്രാൻസ്പോസിലായിരുന്നു. ഇപ്പം നമുക്ക് കിട്ടിയത് മൈനസ് ഓഫ് എ ബി മൈനസ് ബി എന്ന് കിട്ടി. അപ്പോൾ എയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മൈനസ് എ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്ക്യൂ സിമെട്രിക് എന്ന് വിളിക്കും അല്ലേ. സോ വാട്ട് വി ക്യാൻ കൺക്ലൂഡ്? എ ബി മൈനസ് ബി എ ഈസ് സ്ക്യൂ സിമെട്രിക്. ഓക്കെ, സ്ക്യൂ സിമെട്രിക്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12 പോകാം. അപ്പോൾ എന്താ തന്നിരിക്കുന്നത് നോക്കിക്കേ. എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ പ്ലസ് എ ഡാഷ് ഇസ് ഈക്വൽ ടു ഐ എന്നും പറഞ്ഞിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ. ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന കാര്യമൊക്കെ നമുക്ക് എടുത്ത് എഴുതാം. അപ്പോൾ എ പ്ലസ് എ ഡാഷ് ആണ് ഐ എന്നവർ തന്നിരിക്കുന്നത് അല്ലേ. എ പ്ലസ് എ ഡാഷ് ഇസ് ഈക്വൽ ടു ഐ എന്നാണെങ്കിൽ ഞാൻ ജസ്റ്റ് ആ എ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതുവാണ്. കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, സൈൻ ആൽഫ, കോസ് ആൽഫ. ഇതല്ലേ നമ്മുടെ എ. പ്ലസ് എ ഡാഷ് എന്താണ്? കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, ദെൻ സൈൻ ആൽഫ, കോസ് ആൽഫ. ഇതാണ് നമ്മുടെ എ ഡാഷ്. ഈക്വൽ ടു ഐ. ഐ മീൻസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സ് വേറൊരു മെട്രിക്സിനോട് കൂട്ടുമ്പം എന്തായാലും ഉറപ്പായിട്ടും ഇവരുടെ രണ്ടുപേരുടെ ഓർഡർ ആയിരിക്കുമല്ലോ കിട്ടുക. അതായത് നമുക്ക് I2 ഈക്വൽ ടു I2 എന്നാണ് എഴുതേണ്ടത്. ദാറ്റ് ഇസ് 1 0 0 1. ഇനി നിങ്ങൾ ഈ LHS പാർട്ട് നമുക്കൊന്ന് കൂട്ടാം. കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ എന്താണ്? 2 കോസ് ആൽഫ അല്ലേ. 2 കോസ് ആൽഫ. സിമിലർലി മൈനസ് സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ 0 വരും അല്ലേ. ഇനി സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ എഗെയിൻ 0. കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ 2 കോസ് ആൽഫ. ഈ മെട്രിക്സ് എന്തിന് ഈക്വൽ ആണെന്നാണ് തന്നിരിക്കുന്നത്? 1 0 0 1ന് ഈക്വൽ ആണ്. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? 2 മെട്രിക്സസ് ഈക്വൽ ആണെന്ന് കിട്ടി. അതായത് നമ്മൾ പഠിച്ചല്ലോ
ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് പഠിച്ചിരുന്നല്ലോ. ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ് എന്താ പറയുന്നത്? ഇഫ് ടു മെട്രിക്സസ് ആർ ഈക്വൽ ദർ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ. അപ്പം നമുക്ക് 2 cos ആൽഫയെ 1 ഇക്വേറ്റ് ചെയ്യാം. ഇത് ഇവിടെയും ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫയുടെ വാല്യൂ ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? 2 cos ആൽഫ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതിൽ നിന്ന് cos ആൽഫ എന്താണ്? ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലേ. അപ്പോൾ എന്ത് വരും? 1/2 എന്ന് വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഈ ആൽഫയുടെ വാല്യൂ ആണ്. അപ്പോൾ കോസിൻ്റെ ഏത് ആംഗിളാണ് 1/2 വരുന്നത് നോക്കുക. ആൽഫ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണല്ലേ, π/3. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ? π/3. ഓക്കെ, π/3. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, π/3.